Morning to all. Good morning, Miss. Good morning, ma'am. Morning. Good morning, ma'am. Morning. Next hour miss ആയിരിക്കും കേട്ടോ. Next hour ആയിരിക്കും വന്നത് മിസ്. Okay. Chapter 10 hospital wards അല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. Yes. Okay, നമ്മള് സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് പറഞ്ഞായിരുന്നു. സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ഇവിടെ നമ്മുടെ കൊടുത്തിരിക്കുന്ന PDF-ല് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നോ? ദി കോൺസ്റ്റിറ്റ്യുവൻസി ഓഫ് വാർഡ് സ്പേസ് എന്ന് കിടക്കുന്നുണ്ടോ? അവിടെ പേഷ്യന്റ് സ്പേസും നഴ്സിംഗ് സ്പേസും മാത്രമാണോ ഉള്ളതെന്ന് നോക്കി നിങ്ങളുടെ PDF-ല്. കോറിഡോർസ് വരെ. ഓക്കെ, കോറിഡോർസ് വരെ അല്ലേ ഉള്ളൂ. ഇനി ചിലവരെയും കൂടി മാറിക്കിടക്കണേ നോക്കണേ. കാരണം നമ്മളുടെ സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ എക്സാമ്പിൾസ് ഇവിടെ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. ന്യൂറോളജി, ഒപ്താൽമോളജി എന്ന് പറഞ്ഞാൽ ഒന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും മാറി കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമുക്ക് സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് നോക്കാം. പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? ഫസ്റ്റ് വരുന്നത് ഗൈനക്കോളജി. ഒരു സെക്കൻഡ്, കുറച്ച് പേര് ഇത് കയറട്ടെ. സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഗൈനക്കോളജി. ഏതാണ് പർപ്പസ് ആണോ ക്ലിയർ ആവാത്തത്? പർപ്പസ് ഒന്നുകൂടി പറയണോ? പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ് ഒന്നുകൂടി പറയണോ? തെറ്റുണ്ടെന്ന് പറഞ്ഞത് അത് നോക്കിയ കോൺസ്റ്റിറ്റ്യുവൻസി ഓഫ് വാർഡ് സ്പേസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് PDF-ൽ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, ഇവിടെ ഒരു കോറിഡോറിന് വരും. അവിടെ വന്നിട്ടില്ല, കണ്ടോ? കോറിഡോർ സ്പേസ് എന്നുള്ളത് ഇവിടെ വന്നിട്ടില്ല. PDF-ൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്? അങ്ങനെയല്ലേ? ഈ ന്യൂറോളജിയും ഒപ്താൽമോളജിയും എവിടെ വരേണ്ടതാണ്? സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അത് ഇങ്ങോട്ട് മാറി കിടക്കുന്നതാണ്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതിനാണ്. മനസ്സിലായോ? ഇത് ഇവിടെ വരേണ്ടതാണ്. ഓക്കെ, ചാപ്റ്റർ 10 മനസ്സിലായോ സുഷ? ഓക്കെ, ഈ ജനറൽ വാർഡ്സും സ്പെഷ്യലൈസ്ഡ് വാർഡ്സും നമ്മൾ പറഞ്ഞു. ജനറൽ വാർഡ്സിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത്? ജനറൽ വാർഡ്സിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ജനറൽ വാർഡ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്?
ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആയിരിക്കും ജനറൽ വാർഡ്സിൽ ഉണ്ടാവുന്നത്? യെസ്, ഓൾ ഡിസീസസ് അല്ലെ. എല്ലാത്തരം ചികിത്സയ്ക്കുള്ള മെഡിസിൻസും പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്? ജനറൽ വാർഡ്സിലായിരിക്കും അല്ലെ. ഓക്കെ, ഓൾ ഡിസീസസ്, എല്ലാ ഡിസീസസും, എസ്പെഷ്യലി എന്താണ് പനി, പിന്നെന്താണ് പനിക്കാണ് കൂടുതലായിട്ട് അല്ലെ. പനിക്ക് മാത്രമായിട്ടായിരിക്കും ജനറൽ വാർഡ്സിൽ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചുമ, മറ്റ് അസുഖങ്ങൾ, ചെറുതായിട്ടുള്ള മറ്റ് അസുഖങ്ങളൊക്കെ എല്ലാം തന്നെ ജനറൽ വാർഡ്സിലായിരിക്കാം ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ പ്രിന്റ് കാണുന്നില്ലേ? എല്ലാവർക്കും കാണുന്നില്ലേ? ഓക്കെ, ഗംഗ കുറച്ച് ദിവസമായാലും കണ്ടിട്ട് എവിടെ പോയി? കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്. ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്. എന്താണ് ഗൈനക്കോളജി എന്ന് പറഞ്ഞാല്? സ്റ്റഡി ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ. എന്താണ് ഗൈനക്കോളജി എന്ന് പറഞ്ഞാല്? സ്റ്റഡി ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഗൈനക്കോളജി, സ്റ്റഡി ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, അപ്പൊ മെറ്റേണിറ്റി വാർഡ് എന്ന് പറഞ്ഞാലോ? എന്താണ് മെറ്റേണിറ്റി വാർഡ്? യെസ്, ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള വാർഡ്സ് ആണ് എന്താ മെറ്റേണിറ്റി വാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ദ ഡെലിവറി. ഓക്കെ, അതിൽ വേറെ എക്സാമ്പിൾസിന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാലോ. അത് എന്താണ് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ദെൻ ആഫ്റ്റർ ദ ഡെലിവറി ഫിഷൻ അഡ്മിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മെറ്റേണിറ്റി വാർഡിലാണ് അതിനെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സുകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാറ്റഗറൈസ് ചെയ്തിട്ട് തിരിച്ച് പറയുമ്പോൾ ഏതൊക്കെ വാർഡ്സിൽ സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് വരും? ഈ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലാതെ തന്നെ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്? എമർജൻസി വാർഡ് വരില്ലേ? എമർജൻസി വാർഡ് എന്ന് പറയുന്നത് എന്താണ്? എമർജൻസി വാർഡ്, യെസ്, ICU അല്ലെ. ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ICU എന്ന് പറയുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്താണ്? അതൊരു സ്പെഷ്യലൈസ്ഡ് വാർഡിന് എക്സാമ്പിൾ ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? NICU. എന്തിനാണ്? NICU യെസ്, ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഫാൻസ്. NICU കുഞ്ഞുങ്ങളെ റിസർച്ച് കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളെ NICU മാറ്റുന്നത് കണ്ടിട്ടുണ്ടോ? യെസ്, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള തയ്യാറെടുപ്പുകളോട് എന്താണ് തയ്യാറാക്കിയിരിക്കുന്ന റൂമാണ് എന്താ NICU എന്ന് പറയുന്നത് അല്ലെ. കുഞ്ഞുങ്ങളെ ചൂടിലിടാന്നൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? അതായത് കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും കളർ വ്യത്യാസം, മഞ്ഞ നിറമോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ കാണിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിൽ ഇടുന്നു. ഓക്കെ, അപ്പൊ അതെന്താണ്? അതൊരു സ്പെഷ്യലൈസ്ഡ് വാർഡ് കാറ്റഗറിയിൽ വരുന്നതാണ് എന്ത്? NICU വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU. ഇതൊക്കെ എന്താണ്? പ്രത്യേക സെപ്പറേറ്റ് ആയിട്ടുള്ള വാർഡ്സുകളാണ്. അതിവിടെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുള്ള ഓപ്പറേഷൻ വാർഡുകളിൽ ഓപ്പറേഷൻ തിയേറ്റർ റിക്കവറി വാർഡ്സുകളില്ലേ? ഇതൊക്കെ എന്താണ്? സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകളിൽ വരുന്ന മറ്റ് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ്? പോസ്റ്റ് നാറ്റൽ വാർഡ്, പോസ്റ്റ് ഓപ്പറേഷൻ വാർഡ്, ബേൺസ് വാർഡ്. ബേൺസ് വാർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ബേൺസ് വാർഡ്, ബേൺ, BURN, ബേൺ. യെസ്, പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ചികിത്സയ്ക്കായിട്ട് പ്രത്യേകതരം വാർഡുകൾ. അതായത് പൊള്ളലിനെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വൻ തീപിടുത്തങ്ങളിലൂടെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു വാർഡ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്.
യെസ്. ഏതൊക്കെയാണ് എമർജൻസി വാർഡ്? ഇതിലല്ലാതെ പറഞ്ഞതാണ് എമർജൻസി വാർഡ്. ഏതൊക്കെ വരുന്നുണ്ട്? NIC വരുന്നുണ്ട്, ICU വരുന്നുണ്ട്, പിന്നെന്താണ് ബേൺസ് വാർഡ്, പോസ്റ്റ് നാറ്റൽ വാർഡ്, ദെൻ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡ്. ഓക്കെ. ഹോസ്പിറ്റലില് ഈ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റുകൾ കൂടാതെ തന്നെ ഇത്തരം സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ആയിട്ട് കൂടി വാർഡുകൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ഗൈനക്കോളജി എന്ന് പറഞ്ഞാല്? ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, study of female reproductive system. Okay. Okay. Then next എന്താണ്? Oncology, medicine, surgery. Oncology, study of cancer. Oncology എന്ന് പറഞ്ഞാല് study of cancer. Oncology is a branch of medicine that specializes in diagnosis and treatment of cancer. എന്താണ് പറയുന്നത്? Oncology is a branch of medicine that specializes in the diagnosis and treatment of cancer. Oncology എന്ന് പറയുന്നത് ക്യാൻസറിനെ ചികിത്സിക്കുന്നതിനുള്ള ഒരു ചികിത്സയാണ് എന്ത്? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. പ്രധാനമായിട്ടും ഏതുതരം തെറാപ്പിയാണ് ഉപയോഗിക്കുന്നത്? ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഏതുതരം തെറാപ്പിയാണ് ഉപയോഗിക്കുന്നത്? The use of chemotherapy and other drugs to treat cancer. കീമോതെറാപ്പിയാണ് അതിനായിട്ട് ഉപയോഗിക്കുന്ന തെറാപ്പി. ക്യാൻസറിന് വേണ്ടി ഉപയോഗിക്കുന്ന തെറാപ്പിയാണ് കീമോതെറാപ്പി. Then radiation oncology എന്ന് പറഞ്ഞാൽ എന്താണ്? Radiation oncology, the use of radiation therapy to treat cancer. The use of radiation therapy to treat cancer. Use of radiation. Okay. It's a branch of medicine that specializes in diagnosis and treatment of cancer. Treatment of cancer എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എന്താണ് ഓങ്കോളജി എന്ന് പറഞ്ഞാൽ? കീമോ ആൻഡ് റേഡിയേഷൻ പ്രോസസ്സിലെ കൂടെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. Then nephrology. Nephrology and dialysis, cardiology and CTVS. എന്താണ്? സ്റ്റഡി ഓഫ് കിഡ്നി ഫങ്ഷൻ. കിഡ്നി ഡിസീസസിനെ കുറിച്ചും കിഡ്നി ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് നെഫ്രോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് കിഡ്നി ഫങ്ഷൻ ആൻഡ് കിഡ്നി സിസ്റ്റംസ്, കിഡ്നി ഡിസീസസ്. കിഡ്നി സംബന്ധമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡയാലിസിസ്. എന്താണ് ഡയാലിസിസ് എന്ന് പറഞ്ഞാല്? എന്തിനു വേണ്ടിയിട്ടാണ് ഡയാലിസിസ് ചെയ്യുന്നത്? ഡയാലിസിസ് എ പ്രൊസീജിയർ, അതൊരു പ്രൊസീജിയർ ആണ് ടു റിമൂവ് വേസ്റ്റ് പ്രൊഡക്ട്സ്. എവിടെ നിന്നുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് ആണ് റിമൂവ് ചെയ്യുന്നത്? Dialysis is a procedure to remove waste products and excess fluid from the blood when the kidneys stop working properly. കിഡ്നി ഫങ്ഷൻസ് സ്റ്റോപ്പ് ആകുന്ന സമയത്താണ് എന്താണ്? എക്സസ് ഫ്ലൂയിഡ് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഡയാലിസിസ് ചെയ്യുന്നത്. Often involves directing blood to a machine to be cleaned. അപ്പൊ അത് കിഡ്നി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന? ഏത് മെഷീനാണ് ഉപയോഗിക്കുന്നത്? ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഡയറക്ട്ലി ബ്ലഡ് ടു മെഷീൻ ടു ബി ക്ലീൻ. ബ്ലഡ് ക്ലീൻ ചെയ്യും അല്ലെ? ഓക്കെ. സൗണ്ട് ക്ലിയർ അല്ല? കേൾക്കാമോ? എന്താണ് ഡയാലിസിസ് എന്ന് പറഞ്ഞാല്?
Dialysis is a procedure to remove waste products and excess fluid from the blood. Dialysis നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? Yes. Okay. Dialysis is a procedure to remove. Dialysis is a procedure to remove. Okay, speed work. Dialysis is a procedure to remove. Dialysis is a procedure to remove waste products and excess fluid 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 from the blood from the blood when the kidneys dialysis is a procedure to remove. Dialysis is a procedure to remove waste products and excess fluid from the blood when the kidneys അവിടെ വരെ എഴുതിയായിരുന്നോ? അവിടെ വരെ എഴുതിയോ? എമർജൻസി വാർഡൊന്നും പ്രിന്റിലില്ല. ഞാൻ പറഞ്ഞല്ലോ, എക്സ്ട്രാ ഞാൻ പറഞ്ഞു തന്നതാണെന്ന്. ഇത് കൂടുതൽ ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകൾ കൂടുതൽ ഞാൻ എക്സ്ട്രാ പറഞ്ഞതാണ്, എക്സ്ട്രാ പോയിന്റ് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. When the kidneys stop working properly it often it often involves 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 it often involves directing 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 blood to a blood to a machine to be cleaned.
Machine to be cleaned. Machine, M-A-C-H-I-N-E, machine to be cleaned. C-L-E-A-N-E-D, cleaned. ഒന്നുകൂടെ വായിക്കാം. Dialysis is a procedure to remove waste products and excess fluid from the blood when the kidneys stop working properly. It often involves directing blood to a machine to be cleaned. എഴുതിയെടുത്തോ? Okay. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്നത്? കിഡ്നി ഫങ്ഷൻസിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് കിഡ്നി ഡയാലിസിസ് ചെയ്യുന്നത് അല്ലെ? എന്തൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നോ? എക്സസ് വാട്ടർ, സോളൂട്ട്സ് ആൻഡ് ടോക്സിൻസ് ഫ്രം ദ ബ്ലഡ് ഇൻ പീപ്പിൾസ് ഹു കിഡ്നീസ് ക്യാൻ ലോങ്ങർ പെർഫോം ദീസ് ഫങ്ഷൻസ് നാച്ചുറലി. ഓക്കെ എന്താണ്? ഫ്ലൂയിഡ്സുകൾ അല്ലെ? എക്സ്ട്രാ ആയിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്ട്സുകളാണ് അതിൽ നിന്നും റിമൂവ് ചെയ്യുന്നത്. കിഡ്നിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് എന്താ ഡയാലിസിസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത്രയും മനസ്സിലായോ? എന്താണ് ഡയാലിസിസ് എന്ന് മനസ്സിലായോ? ഓക്കെ. എന്താണ് നെഫ്രോളജി എന്ന് പറഞ്ഞാല്? നെഫ്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ സ്റ്റഡി ഓഫ് കിഡ്നി ഫങ്ഷൻ ആൻഡ് കിഡ്നി ഡിസീസസ്. സ്റ്റഡി ഓഫ് കിഡ്നി ഫങ്ഷൻ ആൻഡ് kidney diseases. Okay. Then next എന്താണ് വരുന്നത്? Yes, next neurology. ഇത് ഇവിടെ മാറിക്കെടുക്കണം കേട്ടോ. ന്യൂറോളജി, മെഡിസിൻ ആൻഡ് സർജറി. എന്താണ് ന്യൂറോളജി? Study of nervous system. Nervous system എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് പെരിഫറൽ നെർവ്സ് അല്ലെ? ഇതിനെ കുറിച്ചിട്ടാണ് സ്റ്റഡി ഓഫ് nervous system. Neurology is study of nervous system. Brain, spinal cord and peripheral nerves. Study of nervous system. ഏതൊക്കെയാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ് and peripheral nerves. Peripheral nerves. Neurology is study of nervous system. Study of nervous system. Neurology is study of nervous system. Nervous, N-E-R-V-O-U-S, nervous system. എത്ര എഴുതിയോ? Yes. Then comma, brain, spinal cord and peripheral nerves. Brain, spinal cord and peripheral nerves. എന്താണ് പെരിഫറൽ നെർവ്സ് എന്ന് പറഞ്ഞാല്? പെരിഫറൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ബിറ്റ്വീൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. എന്താണ്? കമ്മ്യൂണിക്കേഷൻ ലൈൻ ബിറ്റ്വീൻ the central nervous system and the rest of the body. Peripheral nerves എന്ന് പറഞ്ഞാൽ എന്താണ്? communication lines between the central nervous system, communication between the central nervous system
and the rest of the body. And the rest of the body. Neurology is study of nervous system, brain, spinal cord and peripheral nerves. Peripheral nerves എന്താണെന്നാണ് പറയുന്നത് communication lines between the central nervous system and the rest of the body. The central communication line between the central nervous system and the rest of the body. എഴുതിയോ? Yes. Next വരുന്നത് ophthalmology. Ophthalmology. Treatment of disorder of the eye. Treatment of ophthalmology എന്താണ്? Treatment of disorders of the eye. Treatment of disorders of the eye. Treatment of disorders of the eye. Treatment of disorder of the eye. എഴുതിയെടുത്തോ? നമ്മള് ഇവിടെ ഒരു ഭാഗം വിട്ടുപോയി. ഡയാലിസിസ് ആൻഡ് കാർഡിയോളജി. കാർഡിയോളജി എന്താണ്? ഡയാലിസിസ് പറഞ്ഞു. കാർഡിയോളജി എന്താണ്? കാർഡിയോളജി സ്റ്റഡി ഓഫ് ഹാർട്ട്. സ്റ്റഡി ഓഫ് ഹാർട്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളാണ് ഇവിടെ വരുന്നത്, കാർഡിയോളജിയിൽ വരുന്നത്. ഓക്കെ, അതിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റ്സുകൾ വരുന്നുണ്ട് കാർഡിയോളജിയില്? ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് വരുന്നുണ്ട്? CTVS പറഞ്ഞിട്ടില്ലല്ലോ, പറയാം. കാർഡിയോളജിയിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്? നമുക്കറിയാവുന്ന ഒരു ട്രീറ്റ്മെന്റ് പറഞ്ഞേ. ഏതൊക്കെ ടെസ്റ്റ് ആണ് വരുന്നത്? ഏതൊക്കെ ടെസ്റ്റ് ആണ്? ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ തന്നെ എന്താണ് ബൈപ്പാസ് സർജറി, ആൻജിയോഗ്രാം, ECG, എക്കോ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ? എക്കോ ടെസ്റ്റ്, യെസ്, എക്കോ, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, എക്കോ ടെസ്റ്റുകള്. ഓക്കെ, ECG ഒക്കെ ഏതുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്? കാർഡിയോളജിയുമായിട്ട് വരുന്ന ടെസ്റ്റുകളാണ് അല്ലെ? ഓക്കെ, CTVS, ഓക്കെ, ബൈപ്പാസ് ഉൾപ്പെടെ എല്ലാം തന്നെ എന്താണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് വരുന്ന ട്രീറ്റ്മെന്റ്സിൽ വരുന്നതാണ്. ഓക്കെ, അത് മനസ്സിലായോ? കാർഡിയോളജിയിൽ വരുന്ന ട്രീറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് മനസ്സിലായോ? നിങ്ങൾക്കറിയാലോ അത്. ടെസ്റ്റ് ആണ്, ഇതെല്ലാം ടെസ്റ്റുകളാണ്. പറഞ്ഞതെല്ലാം ടെസ്റ്റുകളാണ്, ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻജിയോപ്ലാസ്റ്റി എന്തിന്, ഏത് സമയത്താണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്? ആൻജിയോഗ്രാം ചെയ്യുന്നത് എപ്പോഴാണ്? യെസ്, ഹൃദയത്തിന് എന്തെങ്കിലും ബ്ലോക്ക് വരുന്ന സമയത്താണ്. എന്ത് വെച്ച് കണ്ടുപിടിക്കുന്നത്? ഹൃദയത്തിന് ബ്ലോക്ക് വരുന്ന സമയത്താണ്. ഓക്കെ, CTVS പറഞ്ഞിട്ടില്ലല്ലോ, പറയാം. യെസ്, ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത്. ആൻജിയോപ്ലാസ്റ്റി എന്താണ്? അപ്പോ ആൻജിയോപ്ലാസ്റ്റി എന്താണ്? എന്തിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ആൻജിയോപ്ലാസ്റ്റി?
യെസ്, ബ്ലോക്ക് മാറ്റുന്നതിനാണ് ഹൃദയ സംബന്ധമായി വരുന്ന ബ്ലോക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് എന്ത് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോഗ്രാമിൽ കൂടിയാണ് എന്ത് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? CTVS പറയാം, വെറുതെ പിടിക്കില്ലേ, പറയാം. ഓക്കെ, CTVS എന്താണ്? കാർഡിയോ തൊറാക്കിക് ആൻഡ് വെസ്കുലർ സർജറി ഡീൽസ് വിത്ത് കോംപ്ലിക്കേറ്റഡ്. നിങ്ങൾക്ക് എഴുതാനുള്ള സ്പേസ് ഞാൻ തരാം, ടൈം തരാം, ഞാൻ പറയട്ടെ. കാർഡിയോ തൊറാക്കിക് ആൻഡ് വെസ്കുലർ സർജറി deals with complicated vascular surgery procedures, coronary bypass and beating heart surgeries are performed on a regular basis. CTVS എന്താണ് ഇതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്? ഫുൾ നെയിം എന്താണ് CTVS എന്ന് പറഞ്ഞാല്? CTVS കേട്ടിട്ടുണ്ടോ? ഈ ടൈം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? CTVS എഴുതിയെടുക്ക. കാർഡിയോ തൊറാക്കിക്, കാർഡിയോ CAR അഫർവിങ് സർഫ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? കാർഡിയോ തൊറാക്കിക് വെസ്കുലർ സർജറി, കാർഡിയോ തൊറാക്കിക് വെസ്കുലർ സർജറി, cardiothoracic and vascular surgery. എഴുതിയെടുത്തോ? cardiothoracic and vascular surgery. Deals with complicated cardiothoracic and vascular surgery deals with the complicated vascular surgery, complicated vascular surgery procedures, vascular surgery procedures. Complicated vascular surgery procedures ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറയുന്നത് CTVS എന്താണെന്നാ പറയുന്നത്? CTVS കാർഡിയോ തൊറാക്കിക് വെസ്കുലർ സർജറി. deals with complicated vascular surgery procedures. ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്? coronary bypass and beating heart surgeries. Coronary bypass and beating, PEATING, beating heart surgeries. Beating heart surgeries. Cardiothoracic and vascular surgery deals with the complicated vascular surgery procedures, coronary bypass and beating heart surgeries. എഴുതിയോ? ഓക്കെ, എഴുതി. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ, ഏതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകൾ എന്ന് പറയുന്നത്?
സ്പെഷ്യലൈസ്ഡ് വാർഡ്സിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ഗൈനക്കോളജി, മെറ്റേണിറ്റി വാർഡ്. ഗൈനക്കോളജി എന്താണ്? സ്റ്റഡി ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ. ദെൻ ഓങ്കോളജി എന്താണ്? ഓങ്കോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ക്യാൻസർ, ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. Then nephrology, study of kidney functions and kidney diseases. Nephrology എന്താണ്? Study of kidney functions and kidney diseases. Then dialysis and cardiothoracic. എന്താണ് ഡയാലിസിസ് എന്ന് പറഞ്ഞാല്? ഡയാലിസിസ് Dialysis is a procedure to remove waste products from an excess fluid from the blood when kidneys stop working properly. കിഡ്നികളുടെ പ്രവർത്തനങ്ങൾ തകരാറിലാവുമ്പോഴാണ് പ്രൊസീജിയർ ചെയ്യുന്നത്? ഡയാലിസിസ് പ്രൊസീജിയർ ചെയ്യുന്നത്. റിമൂവ് എക്സസ് ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ്. ഓക്കെ, അതാണ് എന്താ ഡയാലിസിസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. കാർഡിയോളജി എന്താണ്? കാർഡിയോളജി സ്റ്റഡി ഓഫ് ഹാർട്ട്. ഓക്കെ, സ്റ്റഡി ഓഫ് ഹാർട്ട് ഡിസീസസ് ആൻഡ് CTVS, cardiothoracic vascular surgery. Cardiothoracic vascular surgery deals with the complicated vascular procedures. ഏതൊക്കെയാണ്? coronary bypass and heart beating surgeries. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ക്ലിയർ ആണോ? സ്പെഷ്യലൈസ്ഡ് വാർഡുകളുടെ എക്സാമ്പിൾസ് ക്ലിയർ ആണോ? ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാതെ വരുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ അല്ലേ? എമർജൻസി വാർഡ് ഒന്നും കൂടി പറയാനോ? എമർജൻസി വാർഡ് അവിടെ കൊടുത്തിട്ടില്ല, ടീച്ചർ എക്സ്ട്രാ പോയിന്റ് പറഞ്ഞതാണ്. സ്പെഷ്യലൈസ്ഡ് വാർഡുകളിൽ വരുന്നതാണ് എന്ത്? എമർജൻസി വാർഡ്. എമർജൻസി വാർഡ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ICU, NICU, then ബേൺ വാർഡ്, പോസ്റ്റ് നാറ്റൽ വാർഡ്, പ്രീ ഓപ്പറേഷണൽ വാർഡ് ഒക്കെ ഏതിൽ വരുന്നതാണ്? പോസ്റ്റ് ഓപ്പറേഷണൽ വാർഡ് ഒക്കെ ഏതിൽ വരുന്നതാണ്? എമർജൻസി വാർഡിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതിവിടെ കൊടുത്തിട്ടില്ല, എക്സ്ട്രാ പോയിന്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ലേ കൊടുത്തിരിക്കുന്നത്, അല്ലാതെ ഒരു ഹോസ്പിറ്റലിലെ ഇത്തരം വാർഡ്സുകളും ഉണ്ടാവും. ഏതൊക്കെയാണ്? NICU, then intensive care unit ICU, then intensive coronary care unit അല്ലെങ്കിൽ cardiac intensive care unit. ICU തന്നെ അവിടെ പറയുന്നത് കേട്ടോ. ദെൻ ബേൺസ് വാർഡ്, പൊള്ളലേൽക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രത്യേക ഒരു വാർഡ് ഉണ്ടായിരിക്കും അവരുടെ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട്. ദെൻ പിന്നെ എന്താണ്? പോസ്റ്റ് ഓപ്പറേഷണൽ വാർഡുകൾ, പോസ്റ്റ് ഓപ്പറേഷൻ വാർഡ്സുകള്, പോസ്റ്റ് നാറ്റൽ വാർഡ്സുകൾ. ഇത്രയും വാർഡുകൾ ഏതിൽ വരുന്നതാണ്? സ്പെഷ്യലൈസ്ഡ് വാർഡ്സിലെ എമർജൻസി വാർഡുകളിൽ ഉൾപ്പെടുന്നതാണ്. സ്പെഷ്യലൈസ്ഡ് കാറ്റഗറിയിലെ എമർജൻസി വിഭാഗത്തില് ഉൾപ്പെടുന്ന വാർഡുകളാണ് എന്തൊക്കെയാണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റ്സുകള്, കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, NICU, ബേൺസ് വാർഡ്, പോസ്റ്റ് ഓപ്പറേഷൻ വാർഡ് ആൻഡ് പോസ്റ്റ് നാറ്റൽ വാർഡ്. ഓക്കെ ആണോ? ഒന്നുകൂടി പറയാനോ? ശ്രദ്ധിച്ചിരിക്കണോട്ടോ.
ഒരു സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ അതർ ടൈപ്സ് ഓഫ് വാർഡ്സ് ആണ് ടീച്ചർ പറഞ്ഞത്. അത് സ്പെഷ്യലൈസ്ഡ് വാർഡിലെ എമർജൻസി കാറ്റഗറിയിൽ വരുന്നതാണ്. NICU, ICU, ബേൺസ് വാർഡ്, പ്രീ ഓപ്പറേഷണൽ വാർഡ്സുകള് ആൻഡ് പോസ്റ്റ് നാറ്റൽ വാർഡ്സുകള്. ഓക്കെ, then constituents of ward space. Constituents of ward space. Constituents of wards. Ophthalmology, treatment of the disorder of eyes. Treatment of disorder of the eye and ophthalmology. Okay, next, constituent of ward space. Patient space, nursing space and corridors. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു അല്ലെ? പറഞ്ഞിരുന്നോ? പർപ്പസ് ഫുള്ള് പറഞ്ഞല്ലോ. പർപ്പസ് പറഞ്ഞു, കോൺസ്റ്റൻസി ഓഫ് വാർഡ് സ്പേസ് പറഞ്ഞു, പേഷ്യന്റ് സ്പേസ്. പേഷ്യന്റ് സ്പേസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഒരു പേഷ്യന്റ് സ്പേസിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? പേഷ്യന്റ് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? പേഷ്യന്റിന് വേണ്ടിയിട്ട്, അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന സ്പേസസ്, എസ്പെഷ്യലി എന്താണ്? ബെഡ്, അവരുടെ ബെഡ് അല്ലെങ്കിൽ അവരുടെ റൂംസ്, അവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ്. ഓക്കെ, പേഷ്യന്റിന്റെ ബെഡിനടുത്ത് തന്നെ എന്താണ്ടാവും? ഒരു ടേബിൾ ഉണ്ടാകും, അതിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, മെഡിസിൻസ്, പിന്നെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടുന്നത് ഏതിലായിരിക്കും? ഒരു പേഷ്യന്റ് സ്പേസിലാണ് അല്ലെ? അവർക്ക് വേണ്ടിയിട്ടുള്ള ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാവരും ഉൾപ്പെടുന്നത് എന്തിലായിരിക്കാം? പേഷ്യന്റ് സ്പേസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതൊക്കെയാണ് ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ബെഡ് സൗകര്യങ്ങള്, ദെൻ മരുന്നുകൾ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ടേബിള്, ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ്, ദെൻ വാഷ്റൂം ഫെസിലിറ്റീസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്, ഒരു പേഷ്യന്റ് സ്പേസിൽ വരുന്നുണ്ട്. അതായത് വാർഡിൽ ഒരു പ്രത്യേക ഘടകമായ ഒരു പ്രത്യേക ഭാഗങ്ങളാണ്. പ്രത്യേകമായിട്ട് പേഷ്യൻസിനും നേഴ്സിനും എന്തായിരിക്കണം? അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക സ്പേസുകള് എല്ലാ ഹോസ്പിറ്റൽ വാർഡ്സിലും ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തർക്കും ഓരോരുടെ സ്പേസുകൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പേഷ്യന്റ് സ്പേസ് ക്ലിയർ ആണോ? നിങ്ങളൊരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കും, നിങ്ങൾക്കൊരു വാർഡിൽ ചെന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങള്, നിങ്ങളുടേതായ ഒരു ഫ്രീ മൈൻഡിൽ ആലോചിച്ച് നോക്കുക. അപ്പൊ മനസ്സിലാവും. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എന്തെല്ലാം ഫെസിലിറ്റീസ് വേണം? നിങ്ങൾക്കൊരു നല്ലൊരു ബെഡ് വേണം, നിങ്ങൾക്ക് ശ്രമിക്കാനായിട്ടും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ നിങ്ങളുടെ വിസർജ്ജ വസ്തുക്കള് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടും എന്താണ് ടോയ്ലറ്റ് സൗകര്യങ്ങള് എന്നിവ ഒരു പേഷ്യന്റ് എന്ന നിലയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നഴ്സിംഗ് സ്പേസ്. നഴ്സിംഗ് സ്പേസ്, നഴ്സിംഗ് സ്പേസിൽ എന്തൊക്കെ വരുന്നു? യെസ്, നഴ്സിംഗ് സ്റ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? നഴ്സിംഗ് റൂം വരുന്നു, ഡ്രസ്സിംഗ് റൂം വരുന്നു, അവരുടെ എക്യുപ്മെന്റ്സുകൾ സൂക്ഷിക്കുന്നത്, മെഡിക്കൽ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്ന സ്പേസസ്. പിന്നെന്തൊക്കെയാണ് നഴ്സിംഗ് സ്പേസിൽ വരുന്നത്? യെസ്, ടോയ്ലറ്റ്. ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ അവർക്ക് പ്രത്യേകമായിരിക്കുന്നതിനായിട്ടൊരു റൂം ഉണ്ടായിരിക്കും അല്ലെ? അതായത് രോഗികളുടെ മെഡിക്കൽ, അതായത് ഇപ്പൊ ഒരു 15 റൂമുകളാണ് ഒരു നഴ്സിംഗ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നതെങ്കിൽ ആ 15 റൂമുകളുടെയും മെഡിക്കൽ റെക്കോർഡ്സ്, ആ രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സുകളും അവരുടെ അടുത്ത് ആ 15 റൂംസിന്റെയും ഉണ്ടായിരിക്കും. ദെൻ അവർക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് അവിടെ ഉണ്ടായിരിക്കും. അവർ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, പൾസ് നോക്കുന്നതിനും പ്രഷർ നോക്കുന്നതിനും പനി അളക്കുന്നതിനൊക്കെ എന്താണ് അത്തരത്തില് റൂമിൽ വന്ന് ചെക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും ഒരു നഴ്സിംഗ് സ്പേസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, വൈറ്റൽ സയൻസ് നമ്മൾ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ?
ബയോമെട്രിക്കൽ വാല്യൂസ് ഉള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ചെക്ക് ചെയ്യുന്ന രാത്രിയും അതായത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും ഓരോ നേഴ്സിംഗ് സ്പേസിലും ഉണ്ടായിരിക്കും. ദെൻ പിന്നെന്താണ് അവർക്ക് നഴ്സിംഗ് എന്താണ് ഓരോ രോഗിയുടെ ഓരോ പേഷ്യൻസിന്റെയും പഠിക്കുന്ന വിവരങ്ങൾ അവർ തന്നെ അവിടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അവരവിടെ രേഖപ്പെടുത്തുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് ഏതിലാണ് എഴുതുന്നത് അവരുടേതായ റെക്കോർഡ്സുകൾ ഉണ്ടാവും ഓരോ പേഷ്യന്റെയും. അപ്പൊ അത് എഴുതുന്നത് ആരാണ്? നഴ്സുമാർ തന്നെയാണ് അവരെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും എഴുതുന്നത് അവരായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ടാകും. അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാകും. അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ്. പിന്നെ നെബിലൈസ് ചെയ്ത് വാർഡിലുള്ളവർക്ക് കുഞ്ഞുങ്ങളായാലും മുതിർന്നവർക്കായാലും നെബിലൈസ് ചെയ്യുന്നതിനുള്ള സൗകര്യം എവിടെ ഉണ്ടായിരിക്കും? ഒരു നഴ്സിംഗ് സ്പേസിൽ, നഴ്സിംഗ് സ്റ്റേഷനകത്ത് അവിടെ നിന്നാണ് നമ്മൾ റൂമിൽ നിന്നും പുറത്തു വന്നിരുന്നാണ് എന്ത് ചെയ്യുന്നത്? നെബിലൈസ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളായിരിക്കും ഒരു നഴ്സിംഗ് സ്പേസിൽ ഉണ്ടായിരിക്കുന്നത്. ടെലിഫോൺ ഉണ്ടാവും അല്ലെ, എന്തെങ്കിലും എമർജൻസി കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു ടെലിഫോൺ സൗകര്യം കൂടി ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെ ഉണ്ടാകും? പേഷ്യന്റ് സ്പേസിൽ ഒരു കാര്യം വിട്ടുപോയി, എന്താണ്? വാട്ടർ പ്യൂരിഫയർ ഉണ്ടായിരിക്കും അല്ലെ, വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് സ്പേസിൽ അത് ഉണ്ടായിരിക്കുന്നതാണ്. കണ്ടിട്ടില്ല നമ്മളെ എല്ലാ ഹോസ്പിറ്റലിലും വാട്ടർ പ്യൂരിഫയർ കണ്ടിട്ടില്ലേ? യെസ്. അത്തരം കാര്യങ്ങളാണ് എന്തിലുണ്ടായിരിക്കുക? പേഷ്യന്റ് സ്പേസിലും നഴ്സിംഗ് സ്പേസിലും ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ പേഷ്യന്റ് സ്പേസും നഴ്സിംഗ് സ്പേസും കൂടാതെ വരുന്ന ഒന്നെന്താണ്? കോറിഡോർസ് അല്ലെ, ഹോസ്പിറ്റലിലെ ഇടനാഴികൾ. ഓരോ റൂംസും കഴിയുന്നതനുസരിച്ച് എന്താണ്, ഒരു നഴ്സിംഗ് സ്പേസും കഴിയുന്നതനുസരിച്ച് എന്താണ് ഇടനാഴികള് ഉണ്ടായിരിക്കും. അതെന്താണ്? ഹോസ്പിറ്റലിലെ ഒരു ഭാഗം തന്നെയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് കോറിഡോർസിൽ സെറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് കോറിഡോറുകൾ? എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകളിലെ കോറിഡോർസുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്? റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് റൂമിൽ തന്നെ ഇരിക്കാൻ അധികം തന്നെ റൂമിൽ തന്നെ ഇരിക്കുന്ന പേഷ്യൻസ് എപ്പോഴും ഉണ്ടാവുന്നിരിക്കും അല്ലെ. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരെ ഒന്ന് പുറത്തേക്ക് ഇറക്കേണ്ട ആവശ്യമുണ്ട്. അവരെന്നും റൂമിൽ അടച്ചിരിക്കുന്ന ഒരു പ്രകൃതമല്ല. അപ്പൊ അതിനാൽ തന്നെ എന്താണ്, അവരെ പുറത്ത് കൊണ്ടുപോകുവാനും അതുപോലെ തന്നെ വിശ്രമിക്കുവാനും വെയിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കോറിഡോർസ്. വാക്കിന് വേണ്ടിയിട്ടും അല്ലെ. ചില പേഷ്യൻസിന് എന്താണ് കുറച്ച് സമയം നടക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റവർക്കൊന്ന് റിഫ്രഷ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് കോറിഡോർസ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ക്രീനിൽ കോറിഡോർ വന്നിട്ടില്ല കേട്ടോ, അത് എന്താ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. കോറിഡോർ എവിടെയാ കിടക്കണേ നോക്കിയേ, ഡെഫിനേഷന്റെ ഭാഗത്താണ് ഇവിടെ കോറിഡോർസ് വന്നത്. കാണുന്നുണ്ടോ നിങ്ങള്? കണ്ടോ? യെസ്, ഡെഫിനേഷൻ എവിടെ കിടക്കണേ നോക്കിയേ, സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ ഇടയിലാണ് ഡെഫിനേഷൻ കിടക്കുന്നത്. പ്രിന്റിംഗിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിലെ പ്രധാന ഘടകങ്ങളാണ്, ഒഴിച്ചുകൂടാനാവാത്ത പ്രധാന ഘടകങ്ങളാണ് എന്ത്? പേഷ്യന്റ് സ്പേസും നഴ്സിംഗ് സ്പേസും കോറിഡോർസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെ നമ്മൾക്ക് മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ് ഒന്ന് നോക്കാം. മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. ഒരു ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട കമ്പോണന്റ്, ഒരു വാർഡിലെ പ്രധാനപ്പെട്ട വാർഡുകൾ ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ കമ്പോണൻസ് ആണ് ഒരു വാർഡുമായി ബന്ധപ്പെട്ട് വരുന്നത്?
പ്രധാനപ്പെട്ട മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എന്താണ്? ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയ. പേഷ്യന്റ് സ്പേസ് ഒന്നുകൂടെ പറയണോ? പേഷ്യന്റ് സ്പേസ് മനസ്സിലായില്ലേ? ഒരു പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ വാർഡിൽ അഡ്മിറ്റ് ആകുമ്പോൾ അവർക്ക് എന്തെല്ലാം അത്യാവശ്യങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അതിനുള്ള എന്തെല്ലാം സൗകര്യങ്ങൾ വേണം. ഒരു പേഷ്യന്റിന് അത്യാവശ്യമായിട്ട് ഒരു വിശ്രമിക്കാനായിട്ട് എന്താണ്, ബെഡ് വേണം. ദെൻ അവർക്ക് മരുന്നുകൾ സൂക്ഷിക്കുന്നതിനുള്ള സ്പേസ്, ഭക്ഷണം കഴിക്കുന്നതിനുള്ള സ്പേസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ഇത്തരം കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് സ്പേസിൽ വരുന്നത്. ഓക്കെ, ദെൻ അവരുടെ പേഷ്യന്റ് സ്പേസിൽ വേറൊരു കാര്യം കൂടെ ഉൾപ്പെടുന്നുണ്ട്. ബൈസ്റ്റാൻഡേഴ്സിന് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബെഡ് ഉണ്ടായിരിക്കും. കണ്ടിട്ടില്ലേ? ബൈസ്റ്റാൻഡേഴ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബെഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അതെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്? പേഷ്യന്റ് സ്പേസിൽ ഉൾപ്പെടുന്നതാണ്. നിങ്ങൾ എല്ലാവരും പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയാൽ നിങ്ങൾ പേഷ്യൻസിനെ കണ്ടിട്ടുള്ളല്ലോ. അപ്പൊ നിങ്ങൾക്ക് സംശയം വരേണ്ട കാര്യമില്ലല്ലോ, ഒരു പേഷ്യന്റിന് ആവശ്യമുള്ള സ്പേസിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടെന്ന്. ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ പോകാൻ ആരെങ്കിലും ഉണ്ടാവില്ലല്ലോ ഈ കൂട്ടത്തില്? ഇല്ല. ഓക്കെ, മെയിൻ കമ്പോണൻസ് ഒന്ന് നോക്കി ഏതൊക്കെയാണ്? ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ ആൻഡ് സാനിറ്ററി ഏരിയ. ഒരു ഹോസ്പിറ്റൽ വാർഡിലെ മെയിൻ കമ്പോണൻസ് ആണെല്ലാം. മെയിൻ കമ്പോണൻസ് ആണ് എന്ത്? ക്ലിനിക്കൽ ഏരിയ. അതായത് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, പ്രധാനപ്പെട്ട ഒരു വാർഡിലെ പ്രധാനപ്പെട്ട കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രധാന ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത്? ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ക്ലിനിക്കൽ ഏരിയയിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ഒരു ക്ലിനിക്കൽ ഏരിയയില് എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? പേഷ്യൻസ് വരുന്നുണ്ട്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ക്ലിനിക്കൽ ഏരിയയിൽ എന്തെല്ലാമാണ് വരുന്നത്? പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്നത് ഏത് ഏരിയയിലാണ്? ക്ലിനിക്കൽ ഏരിയയിലാണ്. ഏതൊക്കെയാണ് ക്ലിനിക്കൽ ഏരിയയിൽ ഏതൊക്കെല്ലാം ഉൾപ്പെടുന്നുണ്ട്? പേഷ്യൻസ്, നഴ്സിംഗ് ഏരിയ ആൻഡ് നഴ്സിംഗ് കൗണ്ടർ. ഇത്തരം കാര്യങ്ങള് ക്ലിനിക്കൽ ഏരിയയിലാണ് ഉൾപ്പെടുന്നത്. ഒരു വാർഡില് ക്ലിനിക്കൽ ഏരിയയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ഏതൊക്കെയാണ് ക്ലിനിക്കൽ ഏരിയയിൽ ഉൾപ്പെടുന്നത്? ഏതൊക്കെയാണ് പറഞ്ഞേ? ഏതൊക്കെയാണ്? പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ ആൻഡ് നഴ്സിംഗ് കൗണ്ടർ. നെക്സ്റ്റ് ഓക്സിലറി ഏരിയ. ഓക്സിലറി ഏരിയ. ഓക്സിലറി ഏരിയ. ഓക്സിലറി ഏരിയയിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? നഴ്സസ് റൂം, നഴ്സുമാരുടെ റൂംസ് ആൻഡ് ഡോക്ടേഴ്സ് റൂംസ്. നഴ്സുമാർക്കും ഡോക്ടേഴ്സിനും വേണ്ടിയുള്ള റൂംസ് ഏതിലാണ് ഉൾപ്പെടുന്നത്? ഓക്സിലറി ഏരിയയിലാണ്. അതായത് ഓരോ വാർഡുകളെയും കേന്ദ്രീകരിച്ച് സെപ്പറേറ്റഡ് ആക്കി പറയുന്ന ഇനീഷ്യേറ്റീവ് പേരുകളാണിത്. സെപ്പറേറ്റീവ് പേരുകളാണ് കേട്ടോ. ക്ലിനിക്കൽ ഏരിയയും ഓക്സിലറി ഏരിയയും ആൻസിലറി ആൻഡ് സാനിറ്ററി എന്നുള്ളത്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുന്നു, എന്തെല്ലാം വിഭാഗങ്ങളാണ് ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഓക്സിലറി ഏരിയയിൽ എന്തെല്ലാമാണ് വരുന്നത്? നഴ്സുമാരുടെ റൂംസും ഡോക്ടേഴ്സ് റൂംസുമാണ് ഓക്സിലറി ഏരിയയില് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഓക്കെ, ആൻസിലറി ഏരിയ. ആൻസിലറി ഏരിയയിൽ എന്തെല്ലാം വരുന്നുണ്ട്? ആൻസിലറി ഏരിയയിൽ എന്തെല്ലാം വരുന്നുണ്ട്? യെസ്, പാൻട്രി, ഡേ റൂം,
ട്രോളി ബേ. ഒരു സെക്കൻഡ്. ഏതൊക്കെയാണ് ആൻസിലറി ഏരിയയിൽ വരുന്ന എന്തൊക്കെയാണ്? പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. എന്താണ് പാൻട്രി എന്ന് പറഞ്ഞാല്? പാൻട്രി പാൻട്രി എന്താണ് പാൻട്രി എന്ന് പറഞ്ഞാല്? യെസ്, ആ, അതായത് നമ്മളുടെ ക്യാൻറ്റീൻ അല്ലെ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്പേസ് ക്യാൻറ്റീൻ അല്ലെ. ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ആണ് എന്ത് പാൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കലവറ എന്നാണ് മലയാളത്തിലൊക്കെ കേട്ടോ. പാൻട്രി എന്ന് പറയുന്നതാണ് ഹോസ്പിറ്റൽ ക്യാൻറ്റീനെയാണ് പറയുന്നത്. ഡേ റൂം, ട്രോളി ബേ. ഡേ റൂം എന്താണ്? ഡേ റൂം എന്ന് പറഞ്ഞാല് ഡേ റൂം എന്താണ്? ഡേ റൂം എന്ന് പറഞ്ഞാല് ഡേ റൂം ഡേ റൂം എന്താണ്? യെസ്, റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റൂം, വെയിറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൂംസ് ഒക്കെ ആൻസിലറി ഏരിയയിലാണ് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ട്രോളി ബേ, ട്രോളി ബേസുകൾ അല്ലെ, ട്രോളി എല്ലാ വിധത്തിലുള്ള ട്രോളി ബേസുകളും ഉൾപ്പെടുന്നത് ആൻസിലറി വാർഡ് ഏരിയയിലാണ്. ഓക്കെ, ഡേ റൂം എന്ന് ഉദ്ദേശിക്കുന്നത് റെസ്റ്റിംഗ് റൂം അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഡേ റൂംസുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പാൻട്രി എന്താണെന്ന് മനസ്സിലായല്ലോ. പാൻട്രി എന്താണ്? ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ. ഓക്കെ, then sanitary area. സാനിറ്ററി ഏരിയ. ട്രോളി ബേയിൽ എന്താണോ നമ്മൾ ട്രോളി ബേ പഠിച്ചിട്ടുള്ളതല്ലേ? ട്രോളി ബേയിൽ എന്തൊക്കെയാ വരുന്നത്? ട്രോളി ബേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? എന്തിനു വേണ്ടിയാണ് ട്രോളി ബേ ഉപയോഗിക്കുന്നത്? മെഡിസിൻസ്, ബെഡ്സുകള്, മറ്റ് എക്യുപ്മെന്റ്സുകൾ അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ട്രോളി ബേ ഉപയോഗിക്കുന്നത്? ഓക്കെ, സാനിറ്ററി ഏരിയ എന്താണ്? സാനിറ്ററി ഏരിയയിൽ എന്തെല്ലാം വരുന്നുണ്ട്? washing area, toilets and dirty utility. Okay, sanitary area, toilets and dirty utility. Okay, these are the main components of a hospital ward. ഏതൊക്കെ കമ്പോണൻസ് ആണ് ഹോസ്പിറ്റൽ വാർഡിലുള്ളത്? പ്രധാനമായിട്ട് ഏതൊക്കെ ഘടകങ്ങളാണ്? ക്ലിനിക്കൽ ഏരിയ, ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയയില് പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ ആൻഡ് നഴ്സിംഗ് കൗണ്ടർ വരുന്നു. ക്ലിനിക്കൽ ഏരിയയില് പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ ആൻഡ് നഴ്സിംഗ് കൗണ്ടർ വരുന്നു. ഓക്സിലറി ഏരിയ, ഓക്സിലറി ഏരിയയിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത്? നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം. ഓക്സിലറി ഏരിയയില് നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം. ആൻസിലറി ഏരിയയില് പാൻട്രി, ഡേ റൂം ആൻഡ് ട്രോളി ബേ. ആക്സിലറി ഏരിയയില് പാൻട്രി, ഡേ റൂം ആൻഡ് ട്രോളി ബേ. സാനിറ്ററി ഏരിയയില് ടോയ്ലറ്റ്സ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി. സാനിറ്ററി ഏരിയയില് ടോയ്ലറ്റ്സ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി. ഓക്കെ, മെയിൻ കമ്പോണൻസ് വരെ ക്ലിയർ ആണോ? മെയിൻ കമ്പോണൻസ് വരെ ഈ സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകൾ പറഞ്ഞില്ല. ഈ സ്പെഷ്യലൈസ്ഡ് വാർഡ്സിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരാം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗൈനക്കോളജി എന്താണ്, ഓങ്കോളജി എന്താണ്, നെഫ്രോളജി എന്താണെന്ന് കുറിച്ച് നോട്ട് ചെയ്തെടുത്തിട്ടില്ല, അതൊന്ന് പഠിച്ചിട്ട് വരാം കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് ബാഡ് മാനേജ്മെന്റ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു വാർഡ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഒരുപാട് ഫാക്ടേഴ്സുകൾ വരുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.